പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്തീയ സഭയുടെ ഏറ്റവും റിച്ചായ ഒരു ഹെറിറ്റേജ് ആണ്. വിശുദ്ധ വേദപുസ്തകം പോലെ ലോകത്തുള്ള എല്ലാ ക്രൈസ്തവർക്കും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പാരമ്പര്യമാണ്. എന്നാൽ വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ് അത് ചെറിഷ് ചെയ്യുന്നത്, അത് എൻജോയ് ചെയ്യുന്നത്. ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇതൊരു യാക്കോബായക്കാരുടെ പ്രാർത്ഥനാ പുസ്തകത്തിലെ പാട്ടുകളാണ്. എന്നാൽ കോമൺ ആയിട്ട് ലോകത്തുള്ള എല്ലാ ക്രൈസ്തവരുടെയും സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് പുറകോട്ട് പോകുമ്പം അവിടെയുള്ളൊരു ട്രഡീഷനാണ്, ഏൻഷ്യൻ ട്രഡീഷനാണ്. അപ്പം നിങ്ങൾ പുറകോട്ട് പോയാൽ ഇത് വിഭാഗീയതയുടെ ചിന്തയിൽ ഇത് ഒരു വിഭാഗത്തിൻ്റെതാണ്. അവരതിനെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. പക്ഷെ ബൈബിൾ മാത്രം എടുത്തുകൊണ്ട് പോകുന്നവർ നഷ്ടപ്പെടുത്തിയത് എത്ര വലിയതാണ് എന്ന് തിരിച്ചറിവിലേക്ക് ഈ നാളുകളിൽ നാം മടങ്ങി വരണം. താങ്ക് യു. നമ്മൾ നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. മനുഷ്യന്റെ അന്ധകാരത്തിലേക്ക് ദൈവത്തിന്റെ സന്ദർശനം. അതാണ് ഹാശ ആഴ്ചയുടെ നമ്മുടെ തീം. മനുഷ്യന്റെ അന്ധകാരത്തിലേക്ക് ദൈവത്തിന്റെ സന്ദർശനം. ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. അവന്റെ സങ്കീർണ പ്രശ്നങ്ങളെല്ലാം അവന്റെ സ്വയം സൃഷ്ടിയാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു, മൈക്കിൾ. ഒരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. തൻ്റെ ഇടത് കൈ ചുരുണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ചെയിൻ സ്മോക്കറായിരുന്നു. തുടർച്ചയായി സിഗരറ്റ് വലിക്കുമായിരുന്നു. തൻ്റെ ശരീരം ഇതായിരുന്നു മൈക്കിൾ. അദ്ദേഹത്തോട് ഞാൻ പിന്നീട് സംസാരിച്ചു, പരിചയപ്പെട്ടു. കുറേ അധികം സംസാരിച്ചപ്പോൾ അധികം സംസാരിക്കാൻ താല്പര്യമില്ലാതിരുന്ന വ്യക്തി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. തൻ്റെ ചെറുപ്പത്തിലുണ്ടായ ഒരു സംഭവം താൻ പറഞ്ഞു. തനിക്ക് ഒരു ഭരണിയിലൊരു മീനുണ്ടായിരുന്നു. താൻ പഠിക്കുന്ന മേശപ്പുറത്ത് അതിനടുത്ത് വെച്ചിരുന്ന ഒരു സ്വർണ്ണ നിറത്തിലുള്ള മീൻ. ഒരിക്കലും തൻ്റെ കൈ തട്ടി ആ ഭരണി താഴെ വീണു. അത് പൊട്ടി. താൻ നോക്കി നിൽക്കുമ്പോൾ ആ മീൻ ഇങ്ങനെ തറയിൽ കിടന്ന് പെടഞ്ഞ് ചത്തുപോയി. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വീട്ടിൽക്കാർ വന്നപ്പം ഈ ഭരണി പൊട്ടിച്ച് നിൽക്കുകയാണ് ഇവൻ. അവനെ തല്ലിയൊന്നുമില്ല, പക്ഷേ ആരും അവനോട് മിണ്ടിയില്ല. പ്രത്യേകിച്ച് അവനെ പീഡിപ്പിക്കുകയോ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്തില്ല. കുപ്പിമുറികളെല്ലാം പെറുക്കി ആ മീനെ അവൻ പൂന്തോട്ടത്തിൻ്റെ ഒരറ്റത്ത് കൊണ്ട് ഒരു കുഴി കുത്തി അതിനെ കുഴിച്ചിട്ടു. ആ കൊച്ചു മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. അതിനുശേഷം അവനൊരു ചെറിയ കൊമ്പെടുത്ത് ഒരു ചെറിയ കുരിശുണ്ടാക്കി ആ മീനെ കുഴിച്ചിട്ടെടുത്ത് ഇങ്ങനെ കുത്തിവെച്ചു. ആരും അവനെ ആശ്വസിപ്പിക്കാൻ വന്നില്ല. അവന്റെ ജീവിതത്തിൽ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ലോസ്. ഒക്കെ ആ സാധാരണ ആളുകളെ നോക്കുമ്പോൾ അതൊരു നിസ്സാര സംഭവമായിരുന്നു. പക്ഷെ അവന്റെ ആ മനസ്സ് ഷാട്ടർ ചെയ്യപ്പെട്ടു, തകർക്കപ്പെട്ടു. പിന്നീടാണ് അവന്റെ ആ കൈ ഇങ്ങനെ ചുരുണ്ടുപോയത്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞു, അതൊക്കെ ആ വിസ്മൃതിയിലേക്ക് പോയി. ആ പൂന്തോട്ടത്തിന്റെ അരികില് ആ മീനെ മറവ് ചെയ്തിട്ട് വേപത് കൊണ്ട് നിൽക്കുന്ന കുഞ്ഞു ബാലന്റെ അരികിലേക്ക് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്ന അവനിൽ വെളിച്ചം, ആ ജീവന്റെ വെളിച്ചം, ക്രിസ്തു അവനിലേക്ക് അന്ന് വന്നു. അന്ന് അവന്റെ കൈ നിവർന്നു. അവൻ വേർക്കുന്ന സ്വഭാവം, വേർക്കുന്ന ശരീരപ്രകൃതം മാറിപ്പോയി. അവൻ പിന്നീട് സിഗരറ്റ് വലിച്ചില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു. ഇൻ ഹിം ദർ വാസ് ലൈഫ്. അവനിൽ ജീവനുണ്ടായിരുന്നു. ജീവൻ ദൈവത്തിൽ മാത്രമാണുള്ളത്. നമ്മുടെ എല്ലാം ജീവൻ ഗിഫ്റ്റാണ്, ദൈവത്തിന്റെ ദാനമാണ്. എന്നാൽ അവനിലെ ജീവൻ, അവന്റെ ലൈഫ്, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്.
ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. മനുഷ്യന്റെ അന്ധകാരത്തിലേക്ക് ദൈവത്തിന്റെ സന്ദർശനം, അതാണ് ഹാശ ആഴ്ച. നമ്മുടെ എല്ലാം ജീവിതത്തിൽ അന്ധകാരമുണ്ട്. ഞാൻ ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ലോകത്തുള്ള പല വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നിരീശ്വരവാദികളുടെ ടൈമിൽ പറഞ്ഞ ഹോമോസാപ്പിയൻസ്, ഇപ്പം അവര് പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പല രാജ്യങ്ങളിൽ നിന്നും പല സംസ്കാരങ്ങളിൽ നിന്നും പല ഭാഷകൾ സംസാരിക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ മനുഷ്യരുടെ എല്ലാം അടിസ്ഥാന പ്രശ്നം ഒന്ന് തന്നെയാണ്, ഒരേ കാര്യത്തിലാണ്. പണമുള്ളവനും പണമില്ലാത്തവനും, വിദ്യാഭ്യാസം ഉള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും, സൗന്ദര്യമുള്ളവനും സൗന്ദര്യം കുറവുള്ളവനും ഒക്കെ ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവരെ അലട്ടുന്നത്. ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ, തിരസ്കരിക്കപ്പെട്ടതിൻ്റെ, തനിക്ക് വിലയില്ല എന്നുള്ള ചിന്തയുടെ, തനിക്ക് വാല്യൂ ഇല്ല, തനിക്ക് വിലയില്ല, താൻ നഷ്ടപ്പെട്ടവനാണ്, താൻ ഉപേക്ഷിക്കപ്പെട്ടവനാണ്, താൻ പരിത്യജിക്കപ്പെട്ടവനാണ്, താൻ പരിഗണിക്കപ്പെടാത്തവനാണ്, താൻ അപമാനിക്കപ്പെട്ടവനാണ്, താൻ വിലമതിക്കപ്പെടാത്തവനാണ്. ഈ ചിന്തകൾ അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. കാഴ്ചപ്പാടിന്റെ വ്യത്യാസം. അവരുടെ അടുത്തൊരു പണി നടക്കുന്ന സ്ഥലത്ത് എന്ന് ഒരാൾ ചോദിച്ചു, നീ എന്ത് ചെയ്യാണ്? പറഞ്ഞ്, കാണാൻ മേലെ, ഞാൻ ഇഷ്ടിക കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് വേറൊരാൾ ചോദിച്ചു, നീ എന്ത് ചെയ്യാണ്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിവിടെ ഒരു ഭിത്തി കെട്ടിക്കൊണ്ടിരിക്കുക. ഉണ്ടോ? അപ്പൊ രണ്ടാമത്തവൻ, മറ്റവനെ ഇഷ്ടിക വെക്കുന്നതേ അറിയുന്നുള്ളൂ. രണ്ടാമത്തവൻ പറഞ്ഞൊരു ഭിത്തി കെട്ടുകയാണ്. മൂന്നാമത്തവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാനിവിടെ ഒരു വീടിന്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നാലാമതൊരാളോട് ചോദിച്ചപ്പം അവൻ പറഞ്ഞു, ഇവിടുത്തെ രാജാവിന്റെ മകളുടെ വിവാഹശേഷം താമസിക്കാനുള്ള ഉല്ലാസ വസതിയാണ്, അതിന്റെ നിർമ്മാണത്തിലാണ് ഞാൻ. കുറെ കൂടെ കൃത്യമായിട്ട്. പക്ഷെ ഈ 4 പേരും ഇഷ്ടിക വെച്ച് കെട്ടുകയാണ്. പക്ഷെ 4 പേരുടെ പെർസ്പെക്റ്റീവ്, 4 പേരുടെ ആ കാഴ്ചപ്പാട്, അണ്ടർസ്റ്റാൻഡിങ്. പലപ്പോഴും നമ്മൾ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് റൈറ്റസ്നെസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്, ഇതാണ് വെസ്റ്റേൺ ഗോസ്പലിൽ നമ്മൾ കേൾക്കുന്നത്. പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ്, നമ്മുടെ മോഡേൺ ന്യൂ ജനറേഷൻ പ്രീച്ചേഴ്സ് ഒക്കെ പറയുന്നേക്കാം. റൈറ്റിയസ്നെസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്. റൈറ്റിയസ്നെസ് എന്നാൽ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ് അല്ല, റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ് ആണ്. റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോഡ്. ദൈവത്തെ തിരിച്ചറിയാൻ ശരിയായ വിധത്തിൽ തിരിച്ചറിയുന്നത്, അതാണ് റൈറ്റിയസ്നെസ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 27-ാമത്തെ വാക്യം. മത്തായി 11:27. എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. പുത്രന്റെ അവകാശവാദമാണ്. തന്റെ ശ്രോതാക്കളുടെ മതബോധത്തിന് ഏൽപ്പിക്കുന്ന കനത്ത ആഘാതമാണ്. യേശു കർത്താവ് പറയാണ്, പുത്രൻ, ഓൺലി ദ സൺ നോസ് ദ ഫാദർ. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുകയില്ല. പക്ഷെ അന്ന് അത് കേട്ട ആളുകൾ, അവരുടെ മതബോധം തകരുകയാണ്. അവർക്ക് അബ്രഹാമുണ്ട്, അവർക്ക് മോശയുണ്ട്, അവർക്ക് ദാവീദുണ്ട്, അവർക്ക് തിരുവെഴുത്തുകളുണ്ട്, അവർക്ക് പ്രമാണങ്ങളുണ്ട്, അവർക്ക് യാഗങ്ങളുണ്ട്, അവർക്ക് പൗരോഹിത്യമുണ്ട്, അവർക്ക് വാഗ്ദാനങ്ങളുണ്ട്, അവർക്ക് പിതാക്കന്മാരുണ്ട്. ഇത്രയും കാര്യങ്ങളെ നള്ളിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് യേശു പറയുന്നത്. ഓൺലി ദ സൺ നോസ് ദ ഫാദർ. പുത്രന് മാത്രമേ പിതാവിനെ അറിയുകയുള്ളൂ. വാട്ട് അബൌട്ട് our fathers? What about our patriarchs? What about our prophets? അവർക്കെല്ലാം ഒരു റിലീജിയസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, മതപരമായ ഒരു ബോധം,
മതപരമായ ഒരു ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. They were trying to please God by observing some kind of religious obedience or something. മതപരമായ അനുസരണം അല്ലെങ്കിൽ മതപരമായ അനുഷ്ഠാനം, അതിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നല്ലവിടെ പറയാണ്, പുത്രൻ മാത്രമാണ് പിതാവിനെ അറിയുന്നത്. നമ്മൾ ഈ പാപം എന്ന് പറയുമ്പം എന്നോട് കഴിഞ്ഞ ദിവസമൊക്കെ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് പാപത്തെ പറ്റി. ഇപ്പം ഈ ആഴ്ച ആഴ്ചയാണ്, നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുന്ന ആഴ്ചയാണ്. എന്നാൽ എന്താണ് ഈ പാപം? പാപം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്കിംഗ് ദ ലോ, നിയമലംഘനമാണ് പാപം. അപ്പം നമ്മൾ ഈ കൽപ്പനാലംഘനങ്ങൾ ഇതേക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷേ റൈറ്റിയസ്നെസ്സും ആക്സെപ്റ്റൻസും റിക്കൺസിലിയേഷനും നമ്മൾ പരിഗണിക്കുമ്പോൾ പാപമെന്നാൽ ചില പ്രവൃത്തികളല്ല, ചില ചെയ്തികളല്ല. പാപം അതിനേക്കാളൊക്കെ ഡീപ്പ് റൂട്ടഡ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നതിലല്ല പാപം നിൽക്കുന്നത്. പാപം അതിനേക്കാൾ ഡീപ്പ് റൂട്ടഡ് ആണ്. ആദമും ഹൗവയും പാപം ചെയ്തു എന്ന് നമ്മൾ പറയും. ആദമും ഹൗവയും ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു. പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിൽ പരിശുദ്ധാത്മാവ് ആഹ്ലാദിക്കുന്നു. തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി പിതൃപുത്ര പരിശുദ്ധാത്മാവ് നിലകൊള്ളുന്നു. സാരാംശത്തിൽ ഒന്നായിരിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവ്, ആ ദൈവിക ത്രിയേകത്വം. ദിസ് ഈസ് ദ ഗോസ്പൽ ഓഫ് ട്രിനിറ്റേറിയൻ ഗോഡ്. ത്രിയേക ദൈവത്തിന്റെ സുവിശേഷം. ആ ത്രിയേക ദൈവത്തിൽ നിന്നുള്ള ചൈതന്യം പ്രപഞ്ചത്തിന്റെ ഓരോ അണുക്കളിലും സ്ഫുരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഓരോ അണുക്കളിലും ത്രിയേക ദൈവത്തിന്റെ ചൈതന്യം സ്ഫുരിക്കുന്നു. അത് ജീവദായകമായി തീരുന്നു, ജീവസത്തായി തീരുന്നു. അപ്പൊ അതാണ് ഏദന്റെ അനുഭവം എന്ന് പറയുന്നത്. ആ ഫെലോഷിപ്പിൽ വസിക്കുകയാണ്. ആ ഫെലോഷിപ്പ് നഷ്ടമായിപ്പോയി. ദൈവത്തെക്കുറിച്ചുള്ള ഒരു റോങ് പെർസ്പെക്റ്റീവ്, തെറ്റായ കാഴ്ചപ്പാട്. സിന്നെന്ന് പറഞ്ഞാൽ അതാണ്. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടിൽ നിന്ന് സാത്താൻ കൊണ്ടുവന്ന നുണ ഇവർ വിശ്വസിക്കുകയാണ്, തെറ്റായ കാഴ്ചപ്പാട് കൊടുക്കുകയാണ്. ഈ ദൈവം നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്നില്ല. അപ്പോ ഇതാണ് ശരിയായ വഴി. ആദം അന്ധനായിപ്പോയി ദൈവസ്നേഹത്തിന്റെ മുമ്പിൽ. ദൈവസ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരന്ധത. ഫിസിക്കലി അല്ല, ഭൗതികമായ അന്ധതയല്ല. പക്ഷെ അവന് ദൈവത്തിന്റെ സ്നേഹത്തെ അറിയാൻ കഴിയുന്നില്ല. അവൻ ഏതിന് പുറത്തു നിൽക്കുകയാണ്. ഇപ്പോ ഏതിന് പുറത്തു നിൽക്കുന്ന ആദം മറ്റൊരു ദൈവത്തെ സൃഷ്ടിക്കുകയാണ്. മറ്റൊരു ദൈവത്തെ. ലോകത്തുള്ള എല്ലാ മതങ്ങളും മറ്റൊരു ദൈവത്തെ സൃഷ്ടിച്ചു. ദാറ്റ് ഈസ് അനദർ ഗോഡ്. അവന്റെ മനസ്സിൽ അവന്റെ വികാരങ്ങൾ രൂപപ്പെടുത്തിയ ദൈവം. ആ ദൈവമാണ് അവനെ ഭയപ്പെടുത്തുന്ന ദൈവം, അവനെ ഭീതിപ്പെടുത്തുന്ന ദൈവം, അവനെ ശിക്ഷിക്കാനിരിക്കുന്ന ദൈവം, അവനെ തകർക്കാനിരിക്കുന്ന ദൈവം. ഈ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതൊരു റിലീജിയസ് ഗോഡാണ്, മതപരമായ ദൈവമാണ്. യേശു കർത്താവ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മതങ്ങൾ അവസാനിക്കുകയാണ്. ഒരു മതമല്ല, സകല മതങ്ങളും. അതാണ് യേശുവിന്റെ പ്രത്യേകത. എല്ലാ മതങ്ങളും അവിടെ അവസാനിക്കും. യേശു കർത്താവ് പറയുകയാണ്, എക്സ്ക്ലൂസീവായിട്ട്, എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. Only the Son knows the Father. പുത്രന് മാത്രമേ പിതാവിനെ അറിയുള്ളൂ. ഇതിനു മുമ്പുള്ള എല്ലാ അവകാശവാദങ്ങളും തെറ്റ്.
അഭിപ്രായ പ്രകടനങ്ങൾ തെറ്റ്, അണ്ടർസ്റ്റാൻഡിങ്ങുകൾ തെറ്റ്. കേട്ടോണ്ടിരുന്നവർ പരസ്പരം നോക്കി, ഇവൻ എന്താണ് ഈ പറയുന്നത്? ആശായിലേക്കുള്ള പ്രവേശനമാണ്, ക്രൂശിലേക്കുള്ള ചുവടുവെപ്പ് ആരംഭിക്കുകയാണ്. യേശു കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, പുത്രൻ മാത്രമേ പിതാവിനെ അറിയുന്നു. അപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ തിരുവെഴുത്തുകളിൽ ജീവനെ ഉണ്ടെന്ന് അവകാശപ്പെടുന്നവർ തങ്ങൾ, ഇന്നിപ്പോ ആളുകൾ കേട്ടാലും അത് തന്നെയാ, യേശു സംസാരിക്കാൻ തുടങ്ങുമ്പോ മതം എതിർക്കും. അവർ യേശുവിനെ തിരുത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ഇന്നും അങ്ങനെയാണ്. ബൈബിൾ ഉപയോഗിച്ച് യേശുവിനെ തിരുത്താൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തീയ സഭകളിലുമുണ്ട്. ബൈബിൾ ഉദ്ധരിച്ച് യേശുവിനെ തിരുത്തുക. പലപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട്, ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ. യേശു കർത്താവ് അവരോട് പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 5 തിരുവെഴുത്തുകളിൽ ജീവനുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. തിരുവെഴുത്തുകളിൽ, യോഹന്നാന്റെ സുവിശേഷം 5 എങ്കിലും ജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. കാരണം ഈ തിരുവെഴുത്തുകളെല്ലാം എനിക്കാണ് സാക്ഷ്യം പറയുന്നത്. തിരുവെഴുത്തുകൾ എനിക്ക് സാക്ഷ്യം പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. തിരുവെഴുത്തുകൾ എനിക്ക് സാക്ഷ്യം പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല. യോഹന്നാന്റെ സുവിശേഷം 5:39. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്കാണ് സാക്ഷ്യം പറയുന്നത്. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. യു ആർ സെർച്ചിങ്, സ്റ്റഡിയിങ്, ക്രോസ് റെഫറൻസിങ്, എക്സ്പോസിങ്, കണ്ടോ, ഡൂയിങ് എക്സ്പോസിഷൻസ് ഓഫ് ദ സ്ക്രിപ്ചർ, കണ്ടോ, ഡിക്ഷണറികൾ എടുക്കുന്നു, കമന്ററികൾ എടുക്കുന്നു, ലെക്സിക്കൺസ് പരിശോധിക്കുന്നു, വേർഡ് സ്റ്റഡി നടത്തുന്നു, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നു. യെസ്, പക്ഷേ നിങ്ങൾ ഇതിൽ മുഖം പൂഴ്ത്തിയിരിക്കുകയാണ്, ഇവിടെ മുഖം പൂഴ്ത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് തല ഉയർത്തുവാൻ, ഇതടയ്ക്കുവാൻ, എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ക്രിസ്തുവും ബൈബിളും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ക്രൈസ്റ്റ് ഈസ് എ പേഴ്സൺ, ദിസ് ഈസ് എ ബുക്ക്. ഈ ബുക്കിനകത്ത് മുഖം പൂഴ്ത്തി വെച്ചിരിക്കുന്ന പരീശന്മാരോടാണ് യേശു പറയുന്നത്, നിങ്ങൾക്ക് ആ ബുക്കിൽ നിന്ന് തല ഉയർത്തുവാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുന്നില്ല. ഐ നോ ദ ഫാദർ. അവിടെ യേശു നിർത്തില്ല. ഓൺലി ദ സൺ നോസ് ദ ഫാദർ. പുത്രനും മാത്രമേ പിതാവിനെ അറിയാൻ പറ്റുകയുള്ളൂ. ഓൺലി ദ സൺ നോസ് ആൻഡ് ഓൺലി ദ ഫാദർ നോസ് ദ സൺ. പിതാവും പുത്രനുമായിട്ടുള്ള ആ ബന്ധത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ ആത്മാവ് തരികയാണ്. ആത്മാവ് പറയുന്നു വരിക. ആത്മാവ് പറയുന്നു വരിക. ദാഹിക്കുന്നവർ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. എന്താണ് ജീവജലം? പിതാവും പുത്രനും തമ്മിലുള്ള ആ ലവ് റിലേഷൻഷിപ്പ്, പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിന്റെ പ്രവാഹമാണ് ജീവജലത്തിന്റെ പ്രവാഹം. അതാണ് ജീവന്റെ പ്രവാഹം. അത് പിതാവിൽ നിന്ന് പുത്രനിലേക്ക് വർഷിക്കപ്പെടുന്ന സ്നേഹപ്രവാഹമാണ്. അത് പുത്രൻ പിതാവിന് തന്നെ തന്റെ പ്രാണനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമർപ്പണത്തിന്റെ പ്രവാഹമാണ്. ആ ജീവപ്രവാഹത്തിലേക്ക് ആത്മാവ് നമ്മെ ക്ഷണിക്കുകയാണ്, വരിക. ആത്മാവ് മണവാട്ടിയും പറയും. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് സഭ ലോകത്തെ ക്ഷണിക്കുകയാണ് ഈ ജീവജല നീരുറവയിൽ നിന്ന് പാനം ചെയ്യാൻ. എന്താണ് ജീവജല നീരുറവ? ജീവജല നീരുറവ എന്ന് പറഞ്ഞാൽ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ലവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫാദർ ആൻഡ് സൺ. ദ റിലേഷൻഷിപ്പ് ഇൻ ദ ട്രയൂൺ ഗോഡ്. ത്രിയേക ദൈവത്തിലെ ആ റിലേഷൻഷിപ്പിനെ തിരിച്ചറിയുന്നതാണ് ജീവജലം. ആ റിലേഷൻഷിപ്പിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. ബ്രോക്കൺ റിലേഷൻഷിപ്പ് ഉള്ളവർ, റിസൻമെന്റ് ഉള്ളവർ, ഡിപ്രഷൻ ഉള്ളവർ, ഡിസപ്പോയിന്റ്മെന്റ് ഉള്ളവർ, നിരാശിതർ, വ്രണിതർ, ദുഃഖിതർ,
പീഡിതർ, നിരാശ്രയർ, ഉപേക്ഷിക്കപ്പെട്ടവർ, അപഹസിക്കപ്പെട്ടവർ, അപമാനിക്കപ്പെട്ടവർ, ആക്ഷേപിക്കപ്പെട്ടവർ, പീഡിപ്പിക്കപ്പെട്ടവർ. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞു, ഇപ്പോൾ ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇൻവിറ്റേഷൻ എക്സ്റ്റെൻഡ്സ് ടു ഓൾ ഡിസപ്പോയിന്റഡ് പീപ്പിൾ. എല്ലാ നിരാശിതർക്കും ഈ ഇൻവിറ്റേഷൻ കർത്താവ് വിളിക്കുകയാണ്. Only the Son knows, only the Son knows the Father. എന്നിട്ട് പറയാണ്, അടുത്ത വാക്യം എന്താണ്? അവിടെയാണ് നമ്മുടെ പോപ്പുലർ വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, മതിലേ കാണുന്നൊരു വാക്യം, മതിലേ കാണുന്ന വാക്യം. Only the Son knows the Father എന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് പറയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. I will enter into your darkness. ഞാൻ നിന്റെ അന്ധകാരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. I am the light. ഞാനാണ് വെളിച്ചം. I am the light. I am the light. A total healing of the mind. മനസ്സിന്റെ പരിപൂർണ സൗഖ്യം. ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ആദം മനസ്സിൽ ഏറ്റുവാങ്ങിയ മുറിപ്പാടുകൾ, തലമുറകളായി പകർന്നു കിട്ടിയ ആ വ്രണിത ഹൃദയം, ഉപേക്ഷിക്കപ്പെട്ടതിന്റെ വേദന, ത്യജിക്കപ്പെട്ടതിന്റെ വേദന, റോങ് അണ്ടർസ്റ്റാൻഡിങ്, ആ ഇരുളിലേക്ക്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ഇരുളുകളിലേക്ക്, എല്ലാ അന്ധകാരത്തിലേക്കും ഇന്ന് ക്രിസ്തു പ്രവേശിക്കുകയാണ്, വെളിച്ചം. ദാറ്റ് ഈസ് ഹിസ് ഇൻവിറ്റേഷൻ. നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ യേശുവിന്റെ ഇൻവിറ്റേഷൻ കാണാം. യേശു വിളിക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളുടെ അന്ധകാരത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഞാൻ നിങ്ങളുടെ മുറിപ്പാടുകളിലേക്ക് എൻ്റെ സൗഖ്യത്തിന്റെ തൈലമൊഴിക്കാൻ പോവുകയാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകുകയാൽ എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പീൻ. എന്താണ് പഠിക്കേണ്ടത്? ദ ലവ് ഓഫ് ദ ഫാദർ. ഈ പിതാവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുക. കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ഉണരുക. ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ഉണരുക. അവന്റെ സ്നേഹത്തെ തിരിച്ചറിയുക. ഈ തെറ്റിദ്ധാരണകൾ മാറുക. എല്ലാ മതങ്ങളും കൊണ്ടുവന്ന എല്ലാ ദൈവസങ്കല്പങ്ങളും, നിങ്ങൾക്കുള്ള ദൈവബോധ്യങ്ങളും, ദൈവത്തെ സംബന്ധിക്കുന്ന വികലമായ ധാരണകളും, നിങ്ങളുടെ വിശുദ്ധ ദർശനത്തിന് സംഭവിച്ച വക്രീകരണങ്ങളെ പരിഹരിക്കുവാൻ ക്രിസ്തു വന്നത്. ദൈവപിതാവിന്റെ നിത്യാലിംഗനങ്ങളുടെ ധാരാളിത്തത്തെ അനുഭവിക്കുക. നിങ്ങളുടെ ആത്മാക്കളിലേക്ക് ആ ധവളിമയെ ഏറ്റുവാങ്ങുക. ക്രിസ്തുവിന്റെ സുവിശേഷം. The lavishness of his eternal embracement. Eternal embracing. നിത്യാലിംഗനമാണ്. അതാണ് ക്രിസ്തു കരങ്ങളെ നീട്ടുന്നത്. ഏദനിൽ ദൈവം വിളിച്ചപ്പോൾ ആദമിന് കേൾക്കാൻ പറ്റാത്ത ആ തിരിച്ച് ഉള്ള വിളിയാണ്. കാരണം ആദമിന് അന്ധത ബാധിച്ചു. അവൻ എന്തിനാണ് ഒളിച്ചത്? തെറ്റായ ധാരണ വന്നു ദൈവത്തെക്കുറിച്ച്. ദൈവത്തെക്കുറിച്ചുള്ള ആ തെറ്റായ ധാരണ എവിടെ നിന്നാണ് കിട്ടിയത്? ആ സർപ്പത്തിൽ നിന്നാണ് കിട്ടിയത്. സർപ്പത്തിൽ നിന്ന് കിട്ടിയ ആ തെറ്റായ ധാരണ തിരുത്തുവാൻ ആണ് പുത്രൻ വന്നത്. അതാണ് 1 യോഹന്നാൻ 3:8 പറയുന്നത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കേണ്ടതിന് ദൈവപുത്രൻ വന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കേണ്ടതിന് ദൈവപുത്രൻ വന്നു. ഓൺലി ദ സൺ നോസ് ഗോഡ്. ബാക്കിയുള്ളവരെല്ലാം അവകാശപ്പെട്ടതാണ് അവർക്ക് ദൈവത്തെ അറിയാമെന്ന്. അവരെല്ലാം തിയോളജികൾ പറഞ്ഞു, അവരെല്ലാം പല അഭിപ്രായങ്ങൾ പറഞ്ഞു, ദൈവത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ഇവിടെ ഇതാ സൺ ഹാസ് കം, the Son of God revealed to destroy the works of devil. അപ്പൊ ആദമിനെ പിശാച് പഠിപ്പിച്ചു കൊടുത്ത തെറ്റായ ധാരണ,
ആ തെറ്റായ ധാരണയുടെ പകർത്തെഴുത്തുക്കളാണ് ലോകത്തുള്ള എല്ലാ മതങ്ങളും. അതുകൊണ്ട് ക്രിസ്തു സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, പുത്രൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മതങ്ങൾ നിശബ്ദമാകും. പുത്രൻ ചലിക്കാൻ തുടങ്ങുമ്പോൾ മതങ്ങൾ നിശ്ചലമാകും. പുത്രൻ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ മതങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും. ലാസറിന്റെ ബന്ധനം അഴിഞ്ഞതുപോലെ നമ്മുടെ അന്ധകാരങ്ങളിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. അപ്പൊ കേട്ടോണ്ടിരുന്ന ആളുകൾ പറയാണ്, ഇവൻ എന്താണ് ഈ പറയുന്നത്? നമ്മുടെ അബ്രഹാമിനൊന്നും അറിയത്തില്ലെന്നോ, നമ്മുടെ മോശയ്ക്കൊന്നും അറിയത്തില്ലെന്നോ, നമ്മുടെ ദാവീദിനൊന്നും അറിയത്തില്ലെന്നോ? അപ്പുറത്തിരുന്നാളുടെ ചെവി പറഞ്ഞു, അപ്പുറത്തിരുന്നാളുടെ ചെവി പറഞ്ഞു. അവര് പിറുപിറുത്തു, ഇവര് പിറുപിറുത്തു. വാക്കുകൾ അപ്പുറത്തേക്ക് പോയി. ശരവേഗത്തിൽ വാക്കുകൾ സഞ്ചരിക്കുകയാണ്. മഹാപുരോഹിതന്മാരുടെ കാതുകളിലെത്തി. പരീശന്മാർ മുഴുവൻ അറിഞ്ഞു, സദുക്കായർ അറിഞ്ഞു. യെസ്, ഓൺലി സൺ നോസ് ദ ഫാദർ. യേശു പ്രസ്താവനയിൽ നിന്ന് മാറ്റുന്നൊന്നുമില്ല. ഓൺലി സൺ നോസ് ദ ഫാദർ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. തന്നെ കേൾക്കാൻ വന്ന ചുങ്കക്കാരും പാപികളും വേശ്യകളും ഉപേക്ഷിക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരായവരും 100 അടി അകലത്തിൽ നിർത്തേണ്ടവനും എല്ലാവരും അവൻ അവരുടെ ഒരാളായി മാറി. അവരുടെ ഇരുളുകളിലേക്ക് ഇറങ്ങിച്ചെന്നു. അവരിൽ ഒരാളായി മാറി. അവരുടെ ഇരുളുകളിലേക്ക് ഇറങ്ങിച്ചെന്നു. അവരുടെ ഉപേക്ഷണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീ. അവരോട് പറഞ്ഞു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനാണ്. അവൻ സ്നേഹം ആണ്. അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങളുടെ പിതാക്കന്മാർ അതൊക്കെ മറന്നേക്കുക, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. ഇന്ന് എത്ര പേരാണ് കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുന്നേ? മതത്തെ മാറ്റുവാനാണ് ക്രിസ്തു വരുന്നത്. പ്രമാണങ്ങളെ നീക്കുവാനാണ് ക്രിസ്തു വരുന്നത്. അപ്പൊ ഞങ്ങളുടെ മോശ, യെസ്. ഞങ്ങളുടെ അബ്രഹാം, യെസ്. ഞങ്ങളുടെ ദാവീദ്, യെസ്. ഞങ്ങൾക്ക് കിട്ടിയ പ്രമാണങ്ങൾ, യെസ്. അവരൊന്നും മനസ്സിലാക്കിയില്ലേ? പെസഹായാൽ പെസഹാടിനെ നീ കിയ മശിഹാ സ്തോത്രം. പെസഹായാൽ പെസഹാടിനെ അങ്ങ് നീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അണ്ടർസ്റ്റാൻഡിങ്ങും മാറുകയാണ്. നാദാത്തേ സ്തുതിയും മാനം താതന്നും മഹിമ വന്ദനകൾ ശുദ്ധാത്മാവിനും ഉണ്ടാകുൾ കൃപ പാപികളാം. അവിടെ എന്താ മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ട്രിനിറ്റേറിയൻ ലവ് റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിനങ്ങനെ പറയുന്നേ, നാഥാത്തേ സ്തുതിയും മാനം താതന്നും മഹിമ വന്ദനകൾ ശുദ്ധാത്മാവിനും. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായിട്ടുള്ള ആ സ്വർഗീയ കുടുംബത്തിന്റെ ആ സ്നേഹപ്രവാഹത്തിലേക്ക് നമ്മുടെ ആരാധനകളുമായി നമ്മൾ ഉയരുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രോക്കൺ റിലേഷൻഷിപ്പ്, എൻ്റെ ഉടഞ്ഞുപോയ ബന്ധങ്ങൾ, എൻ്റെ മുറിവേറ്റ അനുഭവങ്ങൾ, എൻ്റെ തിരസ്കരിക്കപ്പെട്ട അനുഭവങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ നൊമ്പരങ്ങൾ, എനിക്കേറ്റ തിരിച്ചടികൾ, എൻ്റെ ഇരുളുകൾ, എല്ലാ ഇരുട്ടിലേക്കും ആ വെളിച്ചം വരികയാണ്. അപ്പൊ നിങ്ങൾ ആ വർഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരിക്കലും യേശുനാമത്തിലുള്ള ആരാധനയിൽ സംഭവിക്കത്തില്ല കേട്ടോ. ഐ എം സോറി ടു സേ ദാറ്റ്. നിങ്ങൾ ഒരിക്കലും എത്ര ഉച്ചത്തിൽ ശാസിച്ചാലും
നാക്ക് പറഞ്ഞ് താഴെ വീണാൽ പോലും ഒന്നും സംഭവിക്കത്തില്ല. നത്തിങ് വിൽ ഹാപ്പൻ. ഓൺലി ട്രയൂൺ ഗോഡിനെ വർഷിപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബ്ലെസ്സിങ്ങിലേക്ക് വരാൻ കഴിയത്തുള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുള്ള ആ സ്നേഹത്തിന്റെ ആ പ്രവാഹത്തിലേക്ക് നമ്മൾ വരികയാണ്. ആ പ്രവാഹത്തിലേക്ക് ആ ട്രിനിറ്ററി റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ട്രിനിറ്ററി റിലേഷൻഷിപ്പിലേക്ക് കർത്താവ് വരിക. നമ്മുടെ ഈ പാപങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ അകന്നുപോക്കൽ, ആ ദൈവപിതാവിന്റെ സ്നേഹത്തിൽ നിന്നുള്ള അകലമാണ് ഈ പാപം. അതിനെ തിരിച്ചറിയാൻ പറ്റാത്തതാണ് പാപമെന്ന് വിവക്ഷിക്കുന്നത്. ആ ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റാത്ത എല്ലാ അനുഭവങ്ങളുമാണ് പാപം. നമ്മളിവിടെ ആ തിരിച്ചറിവിലേക്ക്, ആ ട്രിനിറ്ററിയൻ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് തിരിച്ചു വരികയാണ്. ഇവിടെയാണ് പിതാവിന്റെ ഉറപ്പ്, ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഉറപ്പ്. എന്തിനുള്ള സ്വാതന്ത്ര്യമാണ്? പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അറിയാനും അറിയപ്പെടാനും ഉള്ള സ്വാതന്ത്ര്യം, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആ സ്വാതന്ത്ര്യം, നൽകുവാനും സ്വീകരിക്കുവാനും ഉള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം, ആ അറിവ്. ഇവിടെ അതാണ് യേശു പറയുന്നത്, ഓൺലി ദ സൺ നോസ് ദ ഫാദർ. ഓൺലി ദ സൺ നോസ് ദ ഫാദർ. പുത്രന് മാത്രമേ പിതാവിനെ അറിയുകയുള്ളൂ. പുത്രനിൽ എന്തുണ്ട്? പുത്രനിൽ ജീവനുണ്ട്. Who has this life? Only Son has that life, just as Father has life in himself. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്. Only the Son has such a life. അതുപോലൊരു ജീവൻ പുത്രന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്? Only Son knows the Father. പുത്രന് മാത്രമേ പിതാവിനെ അറിയത്തുള്ളൂ. എന്നിട്ടാണ് യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17:3 പറയുന്നത്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ലൈഫ് ഈസ് ഇൻ ദ നോവിങ്. ആ അറിവിലാണ് ജീവൻ. ആ അറിവാണ് ജീവൻ. ആ അറിവാണ് ജീവൻ. അപ്പൊ അങ്ങനെ അറിയുന്നതാണ് ജീവൻ. അവിടെയാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17:3 മത്തായിയുടെ സുവിശേഷം 11:39 കൂട്ടി വെച്ചിട്ട് വായിക്കണം. അപ്പൊ നമുക്ക് കണ്ണ് തുറക്കും. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അവിടെ പറഞ്ഞത് ഈ അറിവാണ്, പിതാവിനെ അറിയുന്നതാണ് ജീവൻ. പിതാവിനെ അറിയുന്നതാണ് ജീവൻ. എന്നിട്ട് യേശു പറയാണ്, ഓൺലി സൺ നോസ് ദ ഫാദർ. നമ്മളെ ആ അറിവിലേക്കാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ആ ജീവനിലേക്കാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ആ സ്നേഹത്തിന്റെ കൂട്ടായ്മ, ആ ട്രയൂൺ റിലേഷൻഷിപ്പ്, ആ ത്രിയേക ബന്ധത്തിലേക്കുള്ള ഇൻവിറ്റേഷനാണ്. അവന്റെ ഇൻവിറ്റേഷനിലേക്കാണ് സഭ പ്രവേശിക്കുന്നത്. ആ ഇൻവിറ്റേഷനെ ലോകത്തിന് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം.
അപ്പൊ ഈ കർത്താവ് സാധാരണ മത നേതാക്കന്മാരെ പോലെയല്ല. സാധാരണ മത നേതാക്കന്മാരെ പോലെയല്ല. ഇപ്പം മതങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത്? ഇപ്പം സമാധാനത്തിനൊരു നിർവചനം. എന്താണ് സമാധാനം? അപ്പൊ പറയാണ് സമാധാനം എന്നാൽ ഇതാണ്, സോ ആൻഡ് സോ ഡാഷ് ഡാഷ് ഡാഷ്. അപ്പോ സന്തോഷം എന്നാൽ എന്താണ്? സന്തോഷം എന്നാൽ ഇന്നത്, നിത്യജീവൻ ഇന്നത്, നിത്യരക്ഷ, നിത്യശിക്ഷ, ന്യായവിധി, സ്വർഗം, നരകം. ഡെഫിനിഷൻസ്, നിർവചനങ്ങളുടെ ഘോഷയാത്രയാണ് മതങ്ങളുടെ പ്രബോധനങ്ങൾ. ക്രിസ്തു അങ്ങനെയല്ല. ക്രിസ്തു ഒന്നും നിർവചിക്കുന്നില്ല. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 27 വാക്യം വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. കണ്ടോ? He was not divining, but he was sharing. യേശു ഒന്നും നിർവചിക്കുന്നില്ല, യേശു പങ്കുവെക്കുകയാണ്. തനിക്കുള്ളതിനെ പങ്കുവെക്കുകയാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റിയെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തു സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മതങ്ങൾ നിശബ്ദമാകും. ക്രിസ്തു ചലിക്കാൻ തുടങ്ങിയാൽ സാത്താൻ നിശ്ചലനായി പോകും. എത്ര ഡിഫറൻസ് നിങ്ങൾ നോക്ക്. അവിടെ ഒരിക്കലും ഇത് സമാധാനം എന്നാൽ ഇന്നതാണോ, സമാധാനം പ്രാപിക്കാൻ നിങ്ങൾ ഇന്നത് ചെയ്യണം, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ ഇന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം, അങ്ങനെയല്ല. കർത്താവ് പറയാണ്, ലോകം തരുന്ന പോലെ അല്ല. പീസ് ഐ ലീവ് വിത്ത് യു, മൈ ഓൺ പീസ് ഐ ഡു നോട്ട് ഗിവ് ആസ് ദ വേൾഡ് ഗിവ്സ്. Therefore let not your heart be troubled, nor let it be fearful. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ഭ്രമിച്ചു പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. എന്തുകൊണ്ടെന്നാൽ ഐ ആം ഹിയർ ടു ഷെയർ മൈ പീസ് വിത്ത് യു. എൻ്റെ സമാധാനം ഞാൻ ഷെയർ ചെയ്യുക. ഞാൻ ഒരിക്കലും സമാധാനത്തെ നിർവചിക്കുകയല്ല. വേറൊരു വാക്യം ഞാൻ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 15:11. എൻ്റെ സന്തോഷം നിങ്ങളിൽ എത്ര സന്തോഷമാണ്. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. നോക്ക്, ഇവിടെ ആ കർത്താവ് അവന്റെ സന്തോഷം ഷെയർ ചെയ്യുകയാണ്, അവന്റെ സമാധാനം ഷെയർ ചെയ്യുകയാണ്. അടുത്ത വാക്യം വരുമ്പോൾ അവന്റെ സ്നേഹം ഷെയർ ചെയ്യുകയാണ്. ഞാൻ സ്നേഹിച്ച സ്നേഹം, അവന്റെ സ്നേഹം ഷെയർ ചെയ്യുകയാണ്. പിന്നെ ഒരു വാക്യം 17 അധ്യായം നോക്കാം. 17 അധ്യായം 26 വാക്യം. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. നോക്ക്, പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന ആ സ്നേഹം നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. വാട്ട് എ ലവ്! ഇതൊരു മതനേതാവല്ല. കേട്ടോണ്ടിരുന്നവർ പറഞ്ഞു, ഇതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. നമുക്ക് മോശയുണ്ടായിരുന്നു, നമുക്ക് ഏലിയാവ് ഉണ്ടായിരുന്നു, നമുക്ക് ഏലീശ ഉണ്ടായിരുന്നു, നമുക്കെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കാരും ഇല്ലായിരുന്നു. നമ്മളിപ്പോഴും അനാഥരാണ്. ഏയ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. നമുക്കത് ഇനി ഒന്നുകൂടെ കേട്ടാലോ? ശുഭഹോ പുലർക്കാലേ ലഘുമോർ
അവൻ്റെ സ്നേഹം നമുക്ക് ഷെയർ ചെയ്യുന്നു, അവൻ്റെ സമാധാനം നമുക്ക് ഷെയർ ചെയ്യുന്നു. അവന് പിതാവിൽ നിന്ന് കിട്ടിയ ആ സ്നേഹമാണ് നമുക്ക് ഷെയർ ചെയ്യുന്നത്. വേറെ ആരും കൊടുക്കത്തില്ല. എനിക്ക് കിട്ടുന്ന സ്നേഹം എനിക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ഞാൻ ആർക്ക് ഷെയർ ചെയ്യത്തില്ല. ആരാണ് ഷെയർ ചെയ്യുന്നത്? ഏകജാതനായ പുത്രൻ എന്ന നിലയ്ക്ക് നിത്യപിതാവിൽ നിന്ന് കിട്ടിയ ആ സ്നേഹം മുഴുവൻ അവൻ ഈ താഴ്ന്ന ലോകത്ത് വന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ. അവൻ പറയണം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്, എൻ്റെ സ്നേഹം ഞാൻ നിങ്ങൾക്ക് തരികയാണ്, പിന്നെ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അവൻ്റെ സന്തോഷം അവൻ ഷെയർ ചെയ്യുന്നു, അവൻ്റെ സ്നേഹം അവൻ ഷെയർ ചെയ്യുന്നു, അവൻ്റെ സമാധാനം അവൻ ഷെയർ ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 16:33 പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇപ്പൊ അവന്റെ വിക്ടറി അവൻ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാണ്. അവന്റെ ജയം, ആ സ്ലീബായിൽ അവൻ നേടിയ ആ ജയത്തെ അവൻ ഷെയർ ചെയ്യാണ്. അതാണ് അവൻ ആ അപ്പം എടുത്ത് വാഴ്ത്തി സ്തോത്രം ചൊല്ലി വിഭജിച്ചു, തൻ്റെ ശിഷ്യന്മാരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവീൻ, ദിസ് ഈസ് മൈ ബോഡി. അവൻ തനിക്കുള്ളതെല്ലാം പങ്കുവെക്കുകയാണ്. അവൻ്റെ സ്നേഹം പങ്കുവെക്കുന്നു, അവൻ്റെ സന്തോഷം പങ്കുവെക്കുന്നു, അവൻ്റെ സമാധാനം പങ്കുവെക്കുന്നു, ഏറ്റവും ഒടുവിലായി അവൻ്റെ വിജയം പങ്കുവെക്കുന്നു. Now we are the shareholders of his victory. അവൻ്റെ വിജയത്തിൻ്റെ ഷെയർ ഹോൾഡറാണ്. അവൻ്റെ ജീവനെ അവൻ നമുക്ക് പങ്കുവെച്ചു. നത്തിങ് ലെഫ്റ്റ്. പങ്കുവെക്കാൻ ഒന്നുമില്ല, സകലതും അവൻ ഷെയർ ചെയ്യാണ്. ഒന്നും അവൻ നിർവചിച്ചിട്ട് ആഹ്വാനങ്ങൾ എറിയുന്നില്ല. മതങ്ങളും മത നേതാക്കന്മാരും അങ്ങനെയാണ്. അതാണ് പ്രമാണങ്ങൾ. ഒത്തിരി ആളുകൾ പ്രമാണങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പ്രമാണങ്ങൾ അനുസരിക്കാൻ പ്രബോധിപ്പിക്കുകയാണ്. ക്രിസ്തു പ്രമാണങ്ങൾ അനുസരിക്കാൻ പ്രബോധിപ്പിക്കാമെന്നല്ല. അവരെല്ലാം അന്ധരായിപ്പോയി. എന്നാൽ ആ കണ്ണിനെ തുറക്കുവാൻ, ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കുവാൻ, അതിനാണ് ക്രിസ്തു വന്നത്. അതാണ് അപ്പോസ്തലനായ പൗലൂസ് പ്രാർത്ഥിക്കുന്ന. എഫേസ്യ സഭയെ നോക്കി പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, ഇവര് ആ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക്, ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരണം. ആ ട്രിനിറ്റേറിയൻ ഫാമിലി എന്താണെന്ന് ഇവർ മനസ്സിലാക്കണം. ആ പിതാവിൻ്റെ നിത്യാലിംഗനങ്ങളുടെ ധാരാളിത്തം ഇവരൊന്ന് അനുഭവിക്കണം. റോങ് കോൺസെപ്റ്റ് മാറിപ്പോട്ടെ, മാറുകയാണ്. ഹേയ്, നോ, യു മെയ്ഡ് എ മിസ്റ്റേക്ക്, യു ഡോണ്ട് നോ ദീസ് തിങ്സ്. കാരണം ഞങ്ങൾക്ക് പാട്രിയാക്ട്സ് ഉണ്ട്, ഞങ്ങൾക്ക് സ്ക്രിപ്ചേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് സാക്രിഫിഷ്യൽ സിസ്റ്റം ഉണ്ട്, ഞങ്ങൾക്ക് പ്രീസ്റ്റ്ഹുഡ് ഉണ്ട്, ഞങ്ങൾക്ക് പുരോഹിതന്മാരുണ്ട്, ഞങ്ങൾക്ക് പിതാക്കന്മാരുണ്ട്, ഞങ്ങൾക്ക് യാഗങ്ങളുണ്ട്, ഞങ്ങൾക്ക് ദൈവാലയമുണ്ട്, ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്. ഇതാ പ്രമാണങ്ങളുണ്ട്. കർത്താവിനെ തിരുത്താൻ തയ്യാറായവരുണ്ട്. എത്ര പേരാണ് കർത്താവിനെ തിരുത്താൻ ആഗ്രഹിക്കുന്നതോ ആ സ്നേഹത്തിലേക്ക്
ഞാൻ അടുത്ത് വരികയാണ്. അവൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. For God so loved the world and he sent his son. പിതാവ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, ഈ ലോകത്തിലേക്ക് തൻ്റെ പുത്രനെ അയച്ചു. അപ്പൊ ലോകം മുഴുവൻ തെറ്റായ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ദൈവത്തെ സംബന്ധിച്ച്. അങ്ങനൊരു ദൈവം, ഇങ്ങനൊരു ദൈവം, വേറൊരു ദൈവം, പല പല ദൈവം, ഇങ്ങനെ ഇരിക്കുകയാണ്. ദൈവത്തിന്റെ കാവൽക്കാരും ദൈവത്തിന്റെ ഏജന്റുമാരും ലോകത്ത് മനുഷ്യനെ പങ്കുവെക്കുമ്പോൾ ക്രിസ്തു പിതാവിന്റെ സ്നേഹത്തെ തുറന്നു കാണിക്കുകയാണ്. ആ പിതാവിന്റെ സ്നേഹത്തിലേക്ക് കണ്ണുകൾ തുറക്കപ്പെടുക. അതാണ് റൈറ്റിയസ്നെസ്, റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കുകയാണ്. ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് നമ്മൾ ഉണരുകയാണ്. അതാണ് ക്രിസ്തു കഷ്ടം അനുഭവിച്ചത്. നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല ക്രിസ്തു എന്തിനാ കഷ്ടം അനുഭവിച്ചത്. ക്രിസ്തു കഷ്ടം അനുഭവിച്ചതിനാണ്. പീഡാതാഴ്ചകളാൽ നമ്മെ വീണ്ട ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഇവിടെ നമ്മൾ കർത്താവ് പറയുന്നു, പുത്രനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. പ്രപഞ്ചത്തിലെ ഓരോ അണുക്കളെയും വാരിപ്പുണരുന്ന ആ ദൈവത്തിന്റെ സ്നേഹം, ഓരോ സെക്കൻഡിലും നമ്മിലേക്ക് വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സ്നേഹത്തെ അറിയാൻ കഴിയാതെ ആത്മീകമായി അന്ധത ബാധിച്ചിരിക്കുന്ന ആത്മീക കുരുട്ടുകണ്ണുകൾ തുറക്കപ്പെടുക. അതാണ് ക്രിസ്തു തന്റെ അജണ്ട പ്രഖ്യാപിക്കുന്നത്. ബന്ധിതരെ മോചിപ്പിക്കേണ്ടതിന്, അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കേണ്ടതിന്, പീഡിതന്മാരെ വിടുവിച്ചയക്കേണ്ടതിന് കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകത്തോടെ ഞാൻ എത്തിയിരിക്കുന്നു. He has sent me with his anointing. എന്താണ്? എല്ലാവരെയും to set captives free. എവിടെയാണ്? നമ്മുടെ തെറ്റായ ബോധ്യങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടണം. നമ്മുടെ ഇരുളുകളിലേക്ക് അവൻ ഇറങ്ങി വരികയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരാണ്, ത്യജിക്കപ്പെട്ടവരാണ്, നിങ്ങളെ അപഹസിക്കപ്പെട്ടവരും അവഹേളിക്കപ്പെട്ടവരുമാണ്, നിങ്ങൾക്ക് ആരുമില്ലായിരുന്നു, ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പൊ തൊട്ടടുത്ത് ആ പിതാവിന്റെ സ്നേഹത്തെ ഇപ്പൊ നമ്മൾ തിരിച്ചറിയാണ്. പിതാവിന്റെ സ്നേഹത്തെ. അപ്പൊ അനാഥത്വം മാറിപ്പോവാണ്. അനാഥത്വം, നമ്മുടെ എല്ലാ സെൽഫ് പിറ്റിയും എല്ലാം മാറിപ്പോട്ടെ. സ്വാനുതാപങ്ങൾ, എല്ലാ ആത്മവിലാപങ്ങളും മാറട്ടെ. വി ആർ നോ ലോങ്ങർ അബാൻഡന്റ്. നമ്മൾ ഇനി ഉപേക്ഷിക്കപ്പെട്ടവരല്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. വി ആർ അഡോപ്റ്റഡ്. നമ്മൾ ദൈവഭവനത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടവരാണ്. Behold what manner of love the Father has given unto us, that we are called children of God. പിതാവ് കാൺമീൻ, പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. അവിടെ യോഹന്നാൻ ശ്ലീഹ പറയാണ്, കാൺമീൻ, behold. That is gospel. ഇതാണ് ചർച്ച് ലോകത്തോട് പറയേണ്ടത്. കാൺമീൻ. അത് നമ്മൾ സ്വയം പറഞ്ഞ് രസിക്കല്ല, നമ്മൾ കാണുന്ന ആളുകളോട് പറയട്ടെ, കാൺമീൻ, ബിഹോൾഡ്, നോക്കുവീൻ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് വർഷിച്ചിരിക്കുന്നത്. വി ആർ ഹിസ് ചിൽഡ്രൻ. നാം അവന്റെ മക്കളാണ്. വി ആർ ഹിസ് ചിൽഡ്രൻ. അതാണ് ഈ നമുക്ക് ആ ഗോസ്പലിലേക്ക്, ആ സത്യസുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. ആ വാക്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കട്ടെ. കർത്താവ് പറയാണ്, ഓൺലി ദ സൺ നോസ് ദ ഫാദർ. ഓൺലി ദ സൺ നോസ് ദ ഫാദർ. പിതാവിന് മാത്രമാണ്, പുത്രന് മാത്രമാണ് ഈ പിതാവിനെ അറിയാവുന്നത്. നൺ അതർ ദാൻ ദ സൺ. ബാക്കിയുള്ളവരുടെ എല്ലാ അവകാശവാദങ്ങൾ പൊള്ളയാണ്, ഫോൾസ് ക്ലെയിംസ് ആണ്. ഓൺലി സൺ. വെട്ടിപ്പിടിച്ചവനും യുദ്ധം ചെയ്ത് നേടിയവനും കൊന്നവനും അമ്പെറിഞ്ഞവനും ഒന്നും ഈ പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ ഹൃദയം അറിയത്തില്ല. പിതാവിന്റെ ഹാർട്ട് തുടിക്കുന്നത് എവിടെയാ? നിങ്ങൾ ആ കാൽവരി കുരിശിലേക്ക് നോക്ക്. ആ കുരിശിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് കാണാം പിതാവിന്റെ സ്നേഹം.
രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെ അവൻ നിന്നു. ഞാൻ ഇന്ന് രാവിലെ എനിക്കൊരാളൊരു വീഡിയോ അയച്ചു തന്നു. അത് കേരളത്തിലെ ഒരു ചെറുപ്പക്കാരനായ പാസ്റ്ററുടെ വീഡിയോ ആണ്. പാസ്റ്റർ ചില അന്യഭാഷകളൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, കാണിച്ചു തരാം, കളി ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. കാരണം ആ പാസ്റ്റർക്കെതിരെ ആരോ എന്തോ പറയുകയോ എഴുതുകയോ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇനി ഉടൻ തന്നെ അങ്ങനെയുള്ളവരുടെ വീടുകളിലേക്കും എല്ലാം വലിയ തിരിച്ചടികൾ സംഭവിക്കാൻ പോവാണ്. മാരകമായ ചിലതൊക്കെ സംഭവിക്കാൻ പോവാണ്. Unfortunately, he does not know the heart of the Father. പിതാവിന്റെ ഹൃദയത്തെ അറിയുക. പിതാവിന്റെ ഹൃദയത്തെ അറിയുക. ഒരു വേശ്യയെ സ്വതന്ത്രനാക്കി വിട്ടിട്ട്, ഒരു കൊലപാതകിയെ സ്വതന്ത്രനാക്കി വിട്ടിട്ട് ക്രിസ്തു കുരിശിലേക്ക് പോവാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ അങ്ങ് സ്വതന്ത്രമാക്കി വിട്ടിട്ട്, കലഹത്തിൽ ഒരുത്തനെ കൊന്നതിന്റെ പേരിൽ ശിക്ഷ കാത്ത് ജയിലിൽ കിടക്കുന്ന ബറബാസിനെ ഇറക്കി വിട്ടിട്ട് അവൻ കുരിശിലേക്ക് കയറി ഒരു കള്ളനെ കൂടെ കൂട്ടി പറുദീസയിലേക്ക് പോവാണ്. എങ്ങനെയുണ്ട് ആ സ്നേഹം? എങ്ങനെയുണ്ട് ആ ഹൃദയം? യു ആർ ഇൻക്ലൂഡഡ്. നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. യു ആർ ഇൻവോൾവ് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. ഈ ട്രിനിറ്റേറിയൻ ഫാമിലിയുടെ ഈ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. Only son knows the father. പുത്രന് മാത്രമേ പിതാവിനെ അറിയുകയുള്ളൂ. ബാക്കി അവകാശവാദങ്ങളെല്ലാം നമുക്ക് തള്ളിക്കളയാം. പുത്രനെ മാത്രം അറിയുന്ന ആ പിതാവിനെ നമുക്ക് സ്നേഹിക്കാം. ഒരുമിച്ച് അവനെ ആരാധിക്കാം. Only the Son knows the Father. യോഹന്നാന്റെ സുവിശേഷം 10-ന്റെ
7 പറയാണ്, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. എനിക്ക് മുന്നമേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവർ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. നല്ല ഇടയൻ ഇന്ന് ആടുകളെ വിറ്റ് കാശാക്കുന്നു. നല്ല ഇടയൻ ആടുകളെ കൊന്ന് ഭക്ഷിക്കുന്നു. പക്ഷെ യേശു പറയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. അവരൊക്കെ നിങ്ങളുടെ ഹീറോകളാണ്, അല്ലേ? മറ്റു രാജ്യങ്ങളെ പോയി ആക്രമിക്കുക, കീഴ്പ്പെടുത്തുക, തീ വെച്ച് നശിപ്പിക്കുക, കൊള്ളയിടുക, അവരൊക്കെയാണ് പെന്റക്കോസ്റ്റൽ ഹീറോസ്. പലപ്പോഴും ഞാൻ 26 വർഷം പെന്റക്കോസ്റ്റിൽ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ എല്ലാം അതാണ് ഹീറോയ്ക്ക് പ്രസംഗം. അവൻ്റെ കൂടാരത്തെ തകർത്തു, മറ്റവൻ്റെ കൂടാരത്തെ തകർത്തു, അവൻ്റെ ദേശത്തെ കൊള്ളയിട്ടു, അവൻ്റെ ശത്രുക്കളെ തകർത്തു, വെട്ടി നശിപ്പിച്ചു, കുത്തി നശിപ്പിച്ചു. കള്ളന്മാരും കവർച്ചക്കാരുമാണ് നിങ്ങളുടെ ഹീറോകൾ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. യേശു ആരെ ആക്രമിച്ചില്ല. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന ഒരു ആളല്ല. യഹൂദന്മാർ കാത്തിരുന്ന ആരെയാണ്? ഒരു ഭയങ്കര വിപ്ലവം അവിടെ ഉണ്ടാക്കി, അതിന്റെ മുമ്പിൽ നിന്ന് റോമൻ സൈന്യത്തെയൊക്കെ വെട്ടി അവിടെ ഒരു ചോരപ്പുഴ ഒഴുക്കി ദാവീദിന്റെ ശക്തമായൊരു രാജ്യം സ്ഥാപിക്കും. ശീമോനെ, നീ വാളുറയിലിടുക. നിനക്ക് മനസ്സിലായില്ല ഇതെന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടണം. നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടണം. കള്ളന്മാരും കവർച്ചക്കാരും അല്ല നമ്മുടെ ഹീറോ. ദേ ആർ നോ ലോങ്ങർ അവർ ഹീറോസ്. നമ്മുടെ ഹീറോസ് അല്ല. നമ്മുടെ ഹീറോസ് അല്ല. ഇന്ന് ആ ചെറുപ്പക്കാരൻ പാസ്റ്റർ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ബോധ്യത്തിലേക്ക്, ഈ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരട്ടെ. ഈ സോ യങ്, ഈ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരട്ടെ. ക്രിസ്തുവിനെ യഥാർത്ഥമായി കണ്ടെത്തട്ടെ. കാരണം ഞാൻ പെന്റക്കോസ്തിൽ കണ്ട ക്രിസ്തു ഒറിജിനൽ ക്രിസ്തു അല്ല. ഞാനും കുറേ നാൾ ശാസിച്ചു, ബൽസിച്ചു, ഞാനും വിശ്വസിച്ച് അങ്ങനെയാണ്. എന്നാൽ ദൈവം എന്നിൽ പ്രസാദിച്ചു. ആ ദൈവത്തിന്റെ സ്നേഹത്തെ കാണിച്ചു. ഇതാണ് ആ ട്രിനിറ്റേറിയൻ ലവ് റിലേഷൻഷിപ്പാണ്. ഇതിലേക്കാണ് നമ്മൾ വരേണ്ടത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, നിങ്ങളെ ശകാരിക്കുന്നവരെ അനുഗ്രഹിക്കുകയും, നിങ്ങളുടെ ശത്രുക്കൾക്ക് നന്മയുണ്ടാകാൻ ആഗ്രഹിക്കുകയും. സംഗതി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നൊക്കെ വീരവാദം പറയുകയും ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്നത് വേറൊരു സ്പിരിറ്റാണ്. ഇറ്റ്സ് അനദർ ഗോസ്പൽ, അനദർ സ്പിരിറ്റ്, അനദർ ജീസസ്. വർഷിപ്പ് ശുദ്ധമായിരിക്കണം. ശുദ്ധമായ ആരാധന, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കൊടുക്കുക, ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ ഉയർത്തുക. ഇത് മാത്രമാണ് വർഷിപ്പ് നടക്കുക. അല്ലാതെ ഇപ്പം നമ്മൾ പോയി ഇപ്പം യാക്കോബായക്കാരുടെ കത്തോലിക്കരുടെ കുറ്റം പറയുക, ഞാനൊക്കെ ചെയ്തതാണ്. എന്നിട്ട് പിന്നെ വർഷിപ്പ് ചെയ്യാന്ന് പറയുന്നത്. വർഷിപ്പ് എന്താ? വർഷിപ്പ് ഞാൻ ഒരു കാര്യം പറയാം. മലയാളി പെന്റക്കോസ്ത് സഭകളിൽ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു കേരളത്തിലുള്ള 10,000 സഭകൾ എന്ന് പറയുന്ന കൂട്ടങ്ങൾക്കകത്ത് നടന്നത് ഒന്നും വർഷിപ്പല്ല. എൻ്റെ പെന്തക്കോസ്ത് സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, യു ഡിഡിൻ വർഷിപ്പ് അറ്റ് ഓൾ. നിങ്ങൾ അല്ലെന്നൊക്കെ എന്നോട് പറയായിരിക്കും, പക്ഷെ അല്ല. നിങ്ങൾ സ്വയമായി ചിന്തിക്കും. നമ്മൾ പാടുന്നതാണ്, നാട് വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമം ശോധനയിൽ യാനം ചെയ്തോരാ. ജോർജ് കോശി എന്ന് പറഞ്ഞൊരു അച്ചാനുണ്ട്. ഞാൻ പാടിയത് ശരിയായില്ലെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പരാതിപ്പെട്ടത്.
അതുകൊണ്ട് നന്നായിട്ട് പാടാം. നാട് വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ യാനം ചെയ്തോരാ കൂടിയൊന്നായി വാഴാൻ വഞ്ചിച്ചത്ര നാളായി. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ യാക്കോബായ സഭയിൽ നിന്നും കത്തോലിക്കെന്നും ഒക്കെ ഇങ്ങോട്ട് ചാടി, അതാണ് ഈ നാമധേയ കൂട്ടം വിട്ടത്. ഇതൊക്കെയാ പറയുന്നത്. ഇതൊക്കെയാണോ വർഷിപ്പ്? ഞാൻ അതിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്ന നിങ്ങളെപ്പറ്റി വളരെ ഭാരത്തോടെയും ദുഃഖത്തോടെയും പറയാണ്, അവിടെ ആരാധനയൊന്നും നടക്കുന്നില്ല. അവിടെ എല്ലാം സെൽഫ് സെന്റേർഡാണ്. ഒരു പാട്ടാകട്ടെ, ഒരു പ്രാർത്ഥനയാകട്ടെ, എല്ലാം സ്വയകേന്ദ്രീകൃതമാണ്, മനുഷ്യ കേന്ദ്രീകൃതമാണ്. എനിക്ക്, എൻ്റെ, ഞങ്ങളുടെ, അത്, ഇത്, കടം, രോഗം, വിടുതൽ, പോരാട്ടം, ഇതല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആരാധന നമുക്കുണ്ടാകട്ടെ. അങ്ങനത്തെ ആരാധനയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടണം. ആരാധന അങ്ങനെയുള്ളതാണ്. ആ സ്നേഹത്തിൻ്റെ ആരാധനയിലേക്ക് വരുവാൻ നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി ആഗ്രഹിക്കണം. ഞാൻ ഇതിനകത്ത് പറയുന്നത് പറയാൻ നിർബന്ധിതനാകുന്നതുകൊണ്ട് പറയുന്നതാണ്. പറയാൻ നിർബന്ധിതനാകുന്നത്. നമ്മുടെ ഒരു പ്രാർത്ഥന, ഈ ഭാഗം ഞാൻ പെന്തക്കോസ്തൽ സഹോദരന്മാർക്ക് വേണ്ടിയാണ് ഇനി പറയുന്നത്. പെന്തക്കോസ്തൽ സഹോദരന്മാർ ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു പെന്തക്കോസ് സഭയിൽ ടിപ്പിക്കലായിട്ട് നടക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുക. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ സുറിയാനി സഭയുടെ ഒരു സാമ്പിൾ പ്രെയർ ഞാൻ വായിക്കാം. എല്ലാ പ്രാർത്ഥനയും എങ്ങനെയാണ്? ജസ്റ്റ് റാൻഡമായിട്ട് ഒരെണ്ണം വായിക്കുകയാണ്. സ്വർഗീയ സേനകളുടെ ദൈവമായ കർത്താവേ, ക്രൂബേന്മാരും ശ്രോപ്പേന്മാരും മാലാഖമാരും പ്രധാന മാലാഖമാരും സകല ആത്മീയ ഗണങ്ങളും നിന്റെ ദൈവത്വമാകുന്ന ജീവാഗ്നിയുടെ മുമ്പിൽ ഭ്രമിച്ചു വിറയ്ക്കുന്നു. അവർ ഭയത്തോടും പരിഭ്രമത്തോടും കൂടെ നിന്റെ ശ്രേഷ്ഠതയെ ഇടവിടാതെ വാഴ്ത്തി പുകഴ്ത്തി സ്തുതിക്കുന്നു. താഴെ ഭൂമിയിൽ വെച്ച് ശിശുക്കളാലും കുഞ്ഞുങ്ങളാലും യുവാക്കളാലും പരമാർത്ഥികളായ വിശുദ്ധ ശിഷ്യന്മാരാലും ഊശാനകളാൽ സ്തുതിച്ചു പുകഴ്ത്തപ്പെടുവാൻ നിനക്ക് തിരുവിഷ്ടമുണ്ടായി. ഇപ്പോൾ സുശക്തവും കരുണയും ദയയും നിറഞ്ഞതുമായ നിന്റെ കൈനീട്ടി നിന്റെ ഇടവകയിലെ ആടുകളെയും ഈ സമയത്ത് ഞങ്ങളുടെ മുമ്പാകെ വെച്ചിരിക്കുന്ന ഈ ഊശാനകളെയും ഈ കൊമ്പുകൾ വെട്ടപ്പെട്ട വൃക്ഷങ്ങളെയും അനുഗ്രഹിക്കണമേ. ഊശാന ഞായറാഴ്ച പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോ പ്രാർത്ഥന നോക്കുമ്പോഴും ദൈവത്തിൻ്റെ മഹത്വത്തെയും ദൈവത്തെയും സ്തുതിക്കുകയാണ്. പ്രാർത്ഥന മനുഷ്യ വർഗത്തിനും വേണ്ടിയാണ്. സെൽഫിഷ് പ്രയർ, സോളിഷ് പ്രയറുകളാണ്, ദേഹീപരമായ പ്രാർത്ഥനകൾ. അതിൽ നിന്ന് മാറണം. ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ദിസ് ഈസ് ഫ്രം വെരി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴത്തിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഇനി എന്നെ കേൾക്കുന്ന എല്ലാ പെന്തക്കോസ്ത് സഹോദരങ്ങളും ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണം. കേരളത്തിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനം അല്ലെങ്കിൽ പെന്തക്കോസ്ത് പ്രവർത്തനം വരുന്നതിന് തൊട്ടു മുമ്പ് കേരളീയ ജനസമൂഹത്തിൽ യേശുവിനുണ്ടായിരുന്ന മതിപ്പ് പെന്തക്കോസ്ത് പ്രവർത്തനം വന്നപ്പോൾ അതിനുശേഷം കൂടിയോ കുറഞ്ഞോ? ഓരോരുത്തർ സ്വയം ചിന്തിക്കുക. യേശുക്രിസ്തുവിനെ അപഹാസ്യമാക്കുവാൻ, പരിഹസിക്കുവാൻ, യേശുവിനെ മറ്റുള്ളവരെ കൊണ്ട് ചീത്ത വിളിപ്പിക്കുവാൻ മാത്രമാണ് കഴിഞ്ഞ 100 വർഷത്തെ പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രയോജനമുണ്ടായത്. അത് എല്ലാ പെന്തക്കോസ്ത് സഹോദരങ്ങളും മനസ്സിലാക്കണം. അത് നിങ്ങൾ വളരെ ദോഷം കർത്താവിൻ്റെ നാമത്തിന് വരുത്തി. ഞാനും അതിൽ ഉൾപ്പെട്ടു, ഞാനും കൂടി വരുത്തി. അതിനെ പരിഹരിക്കുവാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്.
അത് ദൈവത്വത്തിനടുത്തുള്ള ആരാധന അവൻ അർപ്പിക്കുകയും അവൻ്റെ മനുഷ്യപ്രീതിക്ക് ഒത്തവണ്ണം മനുഷ്യരെ സ്നേഹിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക. അതാണ് റെമഡി. 2000 വർഷമായി മലയാള മണ്ണിൽ കർത്താവിനുണ്ടായിരുന്നൊരു സ്ഥാനം, എല്ലാ മതവിഭാഗങ്ങളുടെയും ഹൃദയത്തിലൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അതിനെ തകർത്ത് നശിപ്പിച്ചു. അത് നശിപ്പിച്ചത് ഈ പെന്തക്കോസ്ത് സംഘടനകളാണ്. അതിൽ വിശുദ്ധമായിട്ട് ഞാൻ അടുത്ത ദിവസം പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ ആ കുറ്റത്തിൽ നിന്ന് നമുക്ക് കൈ കഴുകാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2 കാര്യം ഓരോ പെന്തക്കോസ്തുകാരും വ്യക്തിപരമായിട്ട്, സംഘടനാപരമായിട്ടൊന്നും ഒരു തീരുമാനം ഉണ്ടാകത്തില്ല. വ്യക്തിപരമായിട്ട്, കുടുംബങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ 2 കാര്യം തീരുമാനിക്കാം. ഒന്ന്, ദൈവത്തെ അവൻ്റെ ദൈവത്വത്തിനടുത്ത വിധത്തിൽ ആരാധിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ആ സത്യമുള്ള ത്രിയേക ദൈവത്തെ ആരാധിക്കുക, അവന് മഹത്വം കൊടുക്കുക. 2, അവൻ കാണിച്ച ആ മനുഷ്യപ്രീതിക്ക് അടുത്ത വിധം മനുഷ്യരെ സ്നേഹിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. വിഭാഗീയ ചിന്ത മാറ്റിക്കളയുക. വേർപാട് എന്ന സാത്താന്യ ഉപദേശം മാറ്റിയിട്ട് എല്ലാ മനുഷ്യരുമായിട്ട് സഹകരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരും ഉൾക്കൊള്ളുക. എല്ലാവരും ദൈവമക്കളാണ്, എല്ലാവരും ദൈവം സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നവരെ നമ്മൾ എന്തിനാണ് പകയ്ക്കുന്നത്, എന്തിനാണ് വെറുക്കുന്നത്, എന്തിനാണ് മാറ്റി നിർത്തുന്നത്? എല്ലാവരും ഉൾക്കൊള്ളുക, എല്ലാവരെയും സ്നേഹിക്കുക. ഈ 2 കാര്യം ചെയ്താൽ നന്നായിരിക്കും. അതുകൊണ്ട് ഞാനും ഇതൊക്കെ തന്നെ ചെയ്തതാണ്. അതുകൊണ്ടാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. വളരെ അപരാധമാണ് ചെയ്തത്. അതുകൊണ്ട് ഈ 2 കാര്യം ചെയ്യുക. സത്യദൈവത്തെ ആരാധിക്കുക, എല്ലാവരും സ്നേഹിക്കുക. ഈ 2 കാര്യം നമുക്ക് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ. നാഥാ തേ സ്തുതിയും മാനം താതന്നും മഹിമാ വന്ദനകൾ ശുദ്ധാത്മാവിനും. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ആരാധനയും സമർപ്പിക്കാം. ആ ലവ് റിലേഷൻഷിപ്പിലേക്ക് നമ്മുടെയും ഹൃദയങ്ങൾ എലിവേറ്റ് ചെയ്യപ്പെടട്ടെ. മനുഷ്യന്റെ അന്ധകാരത്തിലേക്ക് ദൈവത്തിന്റെ സന്ദർശനം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ്. അടുത്ത ദിവസങ്ങളിൽ ആ അന്ധകാരത്തിലേക്ക് ക്രിസ്തു എങ്ങനെ എൻ്റർ ചെയ്തെന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കും. Stay tuned. May God bless you.